പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് 2026 പഠനഭാഗമായ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിലെ 25ഓളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എല്ലാവരും ഇത് കേട്ട് പഠിക്കുന്നതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് എന്ന് നടന്നതായാണ് യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്? ഉത്തരം: 3-ാം ദിവസം. രണ്ടാമത്തെ ചോദ്യം: കാനായിലെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നത് ആരെല്ലാം? ഉത്തരം: യേശുവും ശിഷ്യന്മാരും. മൂന്നാമത്തെ ചോദ്യം: എന്തിൽ വെള്ളം നിറയ്ക്കാനാണ് യേശു അവരോട് കൽപ്പിച്ചത്? ഉത്തരം: ഭരണികളിൽ. നാലാമത്തെ ചോദ്യം: വീഞ്ഞായി മാറിയ വെള്ളം എവിടെ നിന്നാണെന്ന് ആർക്ക് അറിയാമായിരുന്നുവെന്നാണ് സുവിശേഷകൻ പറയുന്നത്? ഉത്തരം: വെള്ളം കോരിയ പരിചാരകർക്ക്. അഞ്ചാമത്തെ ചോദ്യം: എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വച്ചുവല്ലോ. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: കലവറക്കാരൻ മണവാളനോട് പറഞ്ഞു. ആറാമത്തെ ചോദ്യം: കാനായിലെ വിവാഹ വിരുന്നിന് ശേഷം യേശു പോയി താമസിച്ചത് എവിടെ? ഉത്തരം: കഫർനാമിൽ. ഏഴാമത്തെ ചോദ്യം: യേശു എന്ത് അടുത്തതിനാലാണ് ജെറുസലേമിലേക്ക് പോയത്? ഉത്തരം: യഹൂദരുടെ പെസഹ. എട്ടാമത്തെ ചോദ്യം: അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. വാക്യം എഴുതുക. ഉത്തരം: യോഹന്നാൻ 2:17. ഒൻപതാമത്തെ ചോദ്യം: ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. യേശു ഇത് ആരോടാണ് കൽപ്പിച്ചത്? ഉത്തരം: പ്രാവിനെ വിൽക്കുന്നവരോട്. പത്താമത്തെ ചോദ്യം: ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരം ഉണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശുവിനോട് ഇങ്ങനെ ചോദിച്ചവർ ആരാണ്? ഉത്തരം: യഹൂദർ. അടുത്തത് 11ാമത്തെ ചോദ്യം: ദേവാലയം നിർമ്മിക്കുവാൻ എത്ര നാൾ വേണ്ടിവരും എന്നാണ് യോഹന്നാൻ 2:20 പറയുന്നത്? ഉത്തരം: 46 സംവത്സരം. അടുത്തത് 12ാമത്തെ ചോദ്യം: യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. വാക്യം എഴുതുക. ഉത്തരം: യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 24-ാം വാക്യം. 13ാമത്തെ ചോദ്യം: പെസഹ തിരുനാളിന് അവൻ എവിടെ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടാണ് വളരെ പേർ അവനിൽ വിശ്വസിച്ചത്? ഉത്തരം: ജെറുസലേമിൽ. 14ാമത്തെ ചോദ്യം: എപ്പോഴാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനങ്ങളും വിശ്വസിക്കുകയും ചെയ്തത്? ഉത്തരം: അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ. 15ാമത്തെ ചോദ്യം: യേശു നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തത് ആരുടെ? ഉത്തരം: നാണയമാറ്റക്കാരുടെ. 16ാമത്തെ ചോദ്യം: അവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ്? യേശുവിൻ്റെ അമ്മ. 17ാമത്തെ ചോദ്യം: അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ ആര് ആരോട് പറഞ്ഞു? ഉത്തരം: അവൻ്റെ അമ്മ പരിചാരകരോട്. 18ാമത്തെ ചോദ്യം: കൽഭരണികളിൽ ഓരോന്നിലും എത്ര അളവ് വെള്ളം കൊള്ളുമായിരുന്നു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 2:6 പറയുന്നത്? ഉത്തരം: 2-3 അളവ്. 19ാമത്തെ ചോദ്യം: വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കിയത് ആര്? ഉത്തരം: കലവറക്കാരൻ. 20ാമത്തെ ചോദ്യം: കൽഭരണികൾ എന്തിനു വേണ്ടിയുള്ളതായിരുന്നു എന്നാണ് യോഹന്നാൻ 2:6 പറയുന്നത്? ഉത്തരം:
യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുവാൻ. 21 ചോദ്യം, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ എന്തുതരം വീഞ്ഞാണ് വിളമ്പുന്നത് എന്നാണ് കലവറക്കാരൻ മണവാളനോട് പറയുന്നത്? ഉത്തരം താഴ്ന്ന തരവും. 22 ചോദ്യം, യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച എന്തിൻ്റെ ആരംഭമാണ് കാനായിൽ പ്രവർത്തിച്ചത്? ഉത്തരം അടയാളങ്ങളുടെ. 23 ചോദ്യം, യോഹന്നാൻ 2-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളും ശീർഷകങ്ങളും ഉണ്ട്? ഉത്തരം 25 വാക്യങ്ങളും 2 ശീർഷകങ്ങളും. 24 ചോദ്യം, യോഹന്നാൻ 2:14 അനുസരിച്ച് ദേവാലയത്തിൽ യേശു കണ്ടത് ആരെയെല്ലാം? ഉത്തരം കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാൻ ഇരിക്കുന്നവരെയും. 25 ചോദ്യം, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യേശു ഇത് പറഞ്ഞത് എന്തിനെപ്പറ്റിയാണ്? ഉത്തരം തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റി. ഇങ്ങനെ 25 ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവരും നന്നായി പഠിക്കുക, തയ്യാറെടുക്കുക. താങ്ക് യു സോ മച്ച്.